ഇപ്പം ഇന്നിങ്ങനെ ഞങ്ങൾ വീഡിയോ ഇങ്ങനെ കാണാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇന്നല്ലേ നമ്മുടെ KSRTCയുടെ സൗജന്യ യാത്ര അല്ലേ, സ്ത്രീ സൗജന്യ യാത്ര അങ്ങനത്തെ എഴുതിക്കണോ. അപ്പം ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ KSRTC ഡിപ്പോ KSRTC മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ട്. അതേപോലെ അതോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. തൃശ്ശൂർ നമ്മുടെ രമേശ് ചെന്നിത്തല സാറും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് സ്റ്റാർട്ടാണ്. അപ്പോൾ അതിന് പ്രത്യേകത 0 ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് അവർ കേട്ടോ. ഒക്കെ നല്ല തന്നെയാണ്, എല്ലാവർക്കും നല്ല തന്നെയാണ്. കാരണം സ്ത്രീകൾക്കൊക്കെ നല്ല തന്നെയാണ്. കാരണം അതോടൊപ്പം തന്നെ പുരുഷന്മാർക്കും നല്ലതല്ലേ. അപ്പോൾ അവരെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്, എന്താ പറയുക, അന്ത്യോളം അധ്വാനിച്ച് വരുന്ന സ്ത്രീകൾക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള യാത്ര. കാരണം അവർക്ക് ആ ഫ്രീ ആയിട്ടുള്ള യാത്ര ആകുമ്പോൾ അവരെ കൊടുക്കുന്ന പൈസ, അതായത് മുന്നേ അവർ എന്താ പറയുക KSRTC കൊടുത്ത പൈസ അവർക്ക് സേവ് ചെയ്യുക എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ അതോടൊപ്പം തന്നെ പുരുഷന്മാരുടെ കാര്യം, കാരണം ഈ പുരുഷന്മാരും ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അവർ പണിയെടുത്തിട്ട് വേണ്ടി. ചില കുടുംബത്തൊക്കെ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ അധ്വാനിക്കാം, ആ പുരുഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ വെയ്യാണ്ട് കിടക്കുന്ന ഭാര്യയും പണിക്ക് പോകാൻ പറ്റാത്ത മക്കളും ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മക്കളൊന്ന് വലുതാവുന്നവരെന്തായാലും പുരുഷന്മാരെന്നെ അധ്വാനിച്ചിട്ട് കുടുംബം നോക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് വേറെ. ഇപ്പോൾ 2 ദിവസം മുന്നേ തന്നെ പ്രൈവറ്റ് ബസ്സുകാരും ഓട്ടോക്കാരും ചെറിയ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ വന്നു വരുന്നുണ്ട്. കാരണം പ്രൈവറ്റ് ബസ്സുകാരെന്ന് പറഞ്ഞാൽ അവരിപ്പോൾ തന്നെ പറയുന്നുണ്ട്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ മുക്കിലിരിക്കേണ്ടി വരും. കാരണം ഒരു ബസ്സിൽ, പ്രൈവറ്റ് ബസ്സിൽ കാരണം ഭൂരിഭാഗം 75% സ്ത്രീകളാണെന്ന് അവർ പറഞ്ഞത്. 75%. അതേപോലെ തന്നെ ഓട്ടോക്കാരും പറയുന്നുണ്ട്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാലും ഞങ്ങൾ കുടുംബത്തിരിക്കേണ്ടി വരും. അതുമാത്രമല്ല, ഇനി തുടങ്ങുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ ഓടുകയാണെങ്കിൽ തന്നെ നമുക്ക് മിനിമം ചാർജ് 50 തന്നെ എന്നാണ് അവരും പറയണത്. അപ്പോൾ ഈ ഓട്ടോക്കാരെ കാരണം വളരെ കഷ്ടം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ നാട്ടിലെ മിക്കവാറും നാട്ടിലൊക്കെ ഒരു വീട്ടിൽ 3 മക്കളുണ്ടെങ്കിൽ 3 സ്കൂട്ടിയാണ് അല്ലേ. 3 മക്കൾ പെൺകുട്ടികളുണ്ടെങ്കിൽ 3 സ്കൂട്ടിയാണ്. പിന്നെ ആൺകുട്ടി ഉണ്ടെങ്കിൽ അവർക്ക് വേറെ ബൈക്കും ഉണ്ടാവും. അപ്പോൾ വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മുന്നേ അല്ലെങ്കിൽ അവർക്ക് ഓട്ടമില്ല അറിയാമല്ലോ. ഇപ്പോൾ ആകെ ഇന്ത്യ 90, 95, 2000 കാലഘട്ടം അധികം ഓട്ടോറിക്ഷകളില്ല, സ്കൂട്ടിയെ പുറത്തില്ല. പഴയ കാലത്ത് എപ്പോഴും ഈ എൻ്റെ ഹവാന്തി, അതുപോലെ കൈനറ്റിക് ഹോണ്ട അങ്ങനത്തെ 2-3 സ്കൂട്ടി ഉണ്ടാവുള്ളൂ കൂടുതലും. അങ്ങനെയൊക്കെ വണ്ടി ഇപ്പം കണ്ടില്ല, പല സ്കൂട്ടികളും പല കമ്പനികളും. അത് കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് തന്നെ പിന്നെ ഓല മടൽ കൊണ്ട് കുറേ വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അത് കുറച്ച് കഴിഞ്ഞാൽ ഓലയും മടലും കത്തും, എന്നിട്ട് നേരെ കൊണ്ടിട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് പിന്നെ അവർക്ക് രാത്രി ഓട്ടം ഉണ്ടാവും. പക്ഷേ രാത്രിക്കത്തെ ഓട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 10 മണിക്ക് ശേഷം അവർക്ക് വേറെ ചാർജ്. അല്ലാതെ അവർക്ക് വേറെ നിവൃത്തിയില്ല. കാരണം ഈ നട്ടപ്പാരൊക്കെ എടുക്കണ്ടേ. ചിലപ്പോൾ അവർക്കൊക്കെ എന്താ പറയുക, വണ്ടിക്ക് ചിലപ്പോൾ ടാക്സ് ഒക്കെ ഉണ്ടാവും. അതേപോലെ ചിലപ്പോൾ അടവിനെടുത്ത വണ്ടികളോ ഓട്ടോറിക്ഷ ആവും. അവർക്കൊക്കെ എന്താ പറയുക, അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവരുടെ കുടുംബത്തേക്ക് വേറെ ഇതാക്കാൻ. കാരണം എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ജാസ്മിൻ്റെ അളിയനൊക്കെ ഓട്ടോറിക്ഷ ഓടിച്ച ആൾ തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞത് വന്നു കഴിഞ്ഞാൽ അവർ സമയത്തിന് ഇറങ്ങും, അല്ലെങ്കിൽ അവർക്ക് മിനിമം ചാർജ് 50 കൂട്ടാം. 50 കൂട്ടിന് കാര്യമില്ലല്ലോ, അവർക്ക് ഓട്ടം വേണ്ടേ. കാരണം എൻ്റെ നാട്ടിലൊക്കെ ഞങ്ങൾ 4 ഭാഗത്തേക്ക് ബസ്സുമുണ്ട്. ഈ 4 ഭാഗത്തും 4 ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. നരണിപ്പുഴ, നന്നമുക്ക്, അതുപോലെ തന്നെ തൃശ്ശൂർ റോഡ്, അങ്ങനെ എടപ്പാൾ കോഴിക്കോട് റോഡ്. ഈ 4 ഭാഗത്തേക്കും ബസ്സുകളുണ്ട്. കാരണം ഈ ബസ്സിൽ നിന്ന് ആരെങ്കിലും കൊഴിഞ്ഞു പോയതിൻ്റെ ശേഷമേ ആ ആൾക്കാർ ഓട്ടോറിക്ഷയ്ക്ക് വരുള്ളൂ, മനസ്സിലാവണ്ട. അപ്പോൾ ഓട്ടോറിക്ഷയിൽ കിട്ടണമെങ്കിൽ, കാരണം ഒരു ക്യൂ ആണ്, ഒരു വലിയൊരു 1.5 കിലോമീറ്ററൊക്കെ ക്യൂ ആണ്. കാരണം ഓരോരുത്തരും ഇങ്ങനെ ഗ്യാപ്പായി വന്ന് കയറിട്ട് പോകണല്ലേ. അപ്പോൾ എല്ലാവരും കാര്യം കഷ്ടത്തിൽ തന്നെയാണ്. കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ് 800 കോടിയാണ് മറ്റേ KSRTC കൊടുക്കേണ്ടി പറയുന്നുണ്ട്, 800 കോടി. അപ്പോൾ 800 കോടി കൊടുക്കുമ്പോഴും ഇനി അത് എങ്ങനെ ഇവർ ഇതാക്കും ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ കണ്ടില്ല, പാലിന് വില കൂട്ടി, മറ്റുള്ള ഓരോ സാധനത്തിനൊക്കെ വില കൂട്ടി. ഇപ്പോൾ 1 മാസത്തിൻ്റെ ഉള്ളിലാണ് 1 കോടി രൂപയാണ് എല്ലാവരും ഫൈൻ പിടിച്ച്, മോഡിഫിക്കേഷൻ വണ്ടിയുടെ ഫൈൻ ഇതൊക്കെ പിടിച്ച്. അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയില്ല, കാത്തിട്ട് കാണാം. കാരണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഈ ഫ്രീ കൊടുക്കേണ്ടതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് വയസ്സായ ആൾക്കാർക്ക്, ഗർഭിണികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക്, അങ്ങനെ കാറ്റഗറിയായിട്ട് കൊടുക്കണമായിരുന്നു ഒക്കെ മുന്നേ.
അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ പറയാനുള്ളത്. എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഫ്രീ എല്ലാവർക്കും നല്ലത് തന്നെയാണ്. പക്ഷേ എന്താ പറയുക, കുറച്ച് ആൾക്കാരെ മാറ്റി നിർത്തി മറ്റുള്ളവർക്ക് ഫ്രീ കൊടുക്കരുത്. കാരണം സ്ത്രീകൾ മാത്രമല്ല പണിക്ക് പോകുന്നത്, പുരുഷന്മാരും കൂടുതൽ വയസ്സായ ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ പണിക്ക് പോകുന്നുണ്ട്, ഞാനുൾപ്പെടെ. അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ പിന്നെ ഒരു സമയം ഒരു വയസ്സ് നോക്കി കൊടുക്കണ്ടായിരുന്നു. ഒരു 50 വയസ്സിൻ്റെ മേലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അറിയാമല്ലോ, അവർക്ക് പണിക്ക് പോകാൻ പറ്റില്ല, നടക്കാനും വയ്യാത്ത ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് ഫ്രീ കൊടുക്കുക. അതേപോലെ തന്നെ സ്റ്റുഡൻസ് അവർക്കും ഫ്രീ കൊടുക്കുക. പിന്നെ ഗർഭിണികൾക്കും അവർക്ക് ഫ്രീ കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുക്കേണ്ടതായിരുന്നു. പിന്നെ ഹോസ്പിറ്റൽ കേസൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഫ്രീ കൊടുക്കുക. പ്രശ്നമാണ്. എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഓക്കെ.